മിഥുൻ, അവിടെ ജനകീയ തെരച്ചിലാണ് ഇന്ന് നടത്തുന്നത്. കാരണം ആ പ്രദേശങ്ങൾ കൃത്യമായി അറിയാവുന്ന ആളുകൾ, ആ പ്രദേശവുമായി ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ ഒക്കെ ഉള്ള ആളുകളെ തെരഞ്ഞെടുത്ത പ്രത്യേകം ആളുകളെയാണ്, പ്രത്യേകിച്ചും ക്യാമ്പുകളിൽ നിന്നുള്ള ദുരന്തം അനുഭവിക്കുന്നവർ, വേദന അനുഭവിക്കുന്നവർ, ഈ ദുരന്തം തിരിച്ചറിഞ്ഞവർ ഒക്കെ ആ പ്രദേശങ്ങളിൽ തെരച്ചിലിന് വേണ്ടി ഇന്നിറങ്ങുന്നു. ആ ഒരു പരിശോധന ആരംഭിച്ചിട്ടുണ്ടോ? കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ് മിഥുൻ മുരളി? പുഞ്ചിരിമട്ടത്തേക്കുമൊക്കെ ആളുകളെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി എത്തിയിരിക്കുന്ന ആളുകളെ കയറ്റിവിട്ടുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ജനകീയ തിരച്ചിൽ ആരംഭിക്കും. രാവിലെ 11:30 വരെയായിരിക്കും തിരച്ചിൽ ഇന്നുണ്ടാവുക. ഞായറാഴ്ച ജനകീയ തിരച്ചിൽ വീണ്ടും ആരംഭിക്കും. ഈ പ്രദേശവുമായി ചേർന്ന് നിൽക്കുന്ന പല ആളുകളും പല ഭാഗങ്ങളിലും മൃതദേഹങ്ങൾ അടിഞ്ഞുകൂടുന്നതിനുള്ള സാധ്യതകളുണ്ടെന്ന് നേരത്തെ ദൗത്യ സംഘത്തെ അറിയിച്ചിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ മേഖലകളിൽ വ്യാപകമായ തിരച്ചിൽ നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. ഞായറാഴ്ച ഇതിൻ്റെ അടുത്ത ഘട്ടമെന്നോണം തിരച്ചിൽ തുടരുകയും ചെയ്യും. ഓരോ സന്നദ്ധ പ്രവർത്തകരെയും ബെയിലി പാലത്തിന് അപ്പുറത്തേക്ക് ചൂരൽമലയിൽ നിന്നും മുകൾ ഭാഗത്തേക്ക് പുഞ്ചിരിമട്ടം വരെയുള്ള പ്രദേശത്തേക്ക് കയറ്റി വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഓരോ ഘട്ടങ്ങളായിട്ട് ഓരോ മേഖലകൾ തിരിച്ചുകൊണ്ട് ഇങ്ങനെ ജനകീയ തിരച്ചിൽ ഉണ്ടാകും. ഈ പ്രദേശവുമായി അടുത്ത് നിൽക്കുന്ന വയനാടിൻ്റെ വിവിധ മേഖലകളിലുള്ള മുണ്ടക്കയും പുഞ്ചിരിമട്ടവും ഒക്കെ കൃത്യമായി അറിയാവുന്ന ആളുകളുടെ സഹായത്തോടു കൂടിയുള്ള ഒരു തിരച്ചിൽ, അവരുടെ കൂടി പങ്കാളിത്തത്തോടു കൂടിയുള്ള തിരച്ചിൽ. ഒപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളുണ്ട്. വീടുകൾ ഭാഗികമായും പൂർണ്ണമായും ഒക്കെ നഷ്ടപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരും ഇവരുടെ വീടിനെ പറ്റി ധാരണയുള്ള കിണറുകൾ എവിടെയാണ്, മറ്റ് അനുബന്ധ കാര്യങ്ങളൊക്കെ എവിടെയാണെന്നൊക്കെ കൃത്യമായി അറിയാവുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ആ താഴ്ചകൾ, ഒപ്പം തന്നെ വലിയ മൺകൂനകൾ രൂപപ്പെട്ടിരിക്കുന്ന പ്രദേശങ്ങൾ ഇവിടമൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വ്യാപകമായ തിരച്ചിൽ നടത്താൻ ഇവർക്ക് സാധിക്കും. അത്തരത്തിലുള്ള ഒരു തിരച്ചിലാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ ഇവിടെ ഉണ്ടാവുക. ഉച്ചയോടുകൂടി 11:30 തിരച്ചിൽ അവസാനിപ്പിക്കുമെന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചിരിക്കുന്നത്. മന്ത്രിയും മുഹമ്മദ് റിയാസും ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം മുകൾ ഭാഗത്തേക്ക് കയറി പോയിട്ടുണ്ട്. ഇനിയുള്ള മണിക്കൂറുകളിൽ വ്യാപകമായ തിരച്ചിലുണ്ടാകും. മുണ്ടക്കയും ചൂരൽമലയും ഒക്കെ അടക്കമുള്ള പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ റഡാർ സിഗ്നലുകൾ പ്രകാരമൊക്കെ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തിയതാണ്. വലിയ കുഴികളെടുത്ത് സിഗ്നലുകൾ ലഭിച്ചിരിക്കുന്ന പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തിരച്ചിൽ ഉണ്ടായിരുന്നു. ഇനി മനുഷ്യ റഡാർ എന്ന് നമുക്ക് സാങ്കേതികമായി പറയാവുന്ന മനുഷ്യന്റെ സഹായത്തോടു കൂടിയുള്ള ഈ പ്രദേശത്തെക്കുറിച്ച് കൃത്യമായി ബോധ്യമുള്ള ആളുകളുടെ സഹായത്തോടു കൂടിയുള്ള ഒരു തിരച്ചിലാണ് ഇനി ഉണ്ടാവുക. അത് ഇന്ന് 11:30 അവസാനിപ്പിക്കും. നാളെ ഉണ്ടാവുകയില്ല. നാളെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം. അതിനുശേഷം ഞായറാഴ്ച ഈ തിരച്ചിൽ വീണ്ടും ആരംഭിക്കും. പല ഭാഗങ്ങളിൽ നിന്നും അങ്ങനെ മൃതദേഹ ഭാഗങ്ങളോ കണ്ടെത്താൻ കഴിഞ്ഞാൽ ഈ ദൗത്യം അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന ഈ ഒരു സമയത്ത് അത് പ്രധാന കാര്യമായിട്ട് മാറും. പരമാവധി മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തുക, കാണാതായ ആളുകളുടെ എത്ര പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി എന്നത് സംബന്ധിച്ചിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു വിലയിരുത്തലുകൾ നടത്തുക, റിപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെ ഈ ഒരു ദുരന്തത്തെ സംബന്ധിച്ചിടത്തോളം ഈ ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കുന്നതിന് പരമപ്രധാനമായ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ദൗത്യത്തിൽ, ഈ ജനകീയ തിരച്ചിലിന് പ്രധാന പങ്ക് വഹിക്കാനുണ്ട്. ഒപ്പം തന്നെ ജനങ്ങൾക്ക് ചില പരാതികൾ ചില കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ തിരച്ചിൽ വ്യാപകമായി നടന്നിട്ടില്ല, അങ്ങനെയുള്ള പരാതികളൊന്നും ഇനി ഭാവിയിൽ ഉണ്ടാകാതിരിക്കാൻ കൂടിയാണ് ഈ ജനങ്ങളുടെ കൃത്യമായ പങ്കാളിത്തത്തോടു കൂടിയുള്ള ഒരു തിരച്ചിൽ കൂടി നടത്തിക്കൊണ്ട് ദൗത്യം അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വാഹനങ്ങളും ഒപ്പം തന്നെ രക്ഷാ ദൗത്യത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന സന്നദ്ധ സംഘടനയിൽപ്പെട്ട ആളുകളും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉള്ള ആളുകളുമെല്ലാം മുകൾ ഭാഗത്തേക്ക് ചൂരൽമലയിൽ നിന്നും കയറി പോയിട്ടുണ്ട്. ഈ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വ്യാപകമായ പരിശോധനയായിരിക്കും ഇനിയുള്ള ഒരു 4 മണിക്കൂർ ഉണ്ടാവുക. ഭാഗങ്ങളിൽ നിന്നും മൃതദേഹ ഭാഗങ്ങളൊക്കെ കണ്ടെത്തുക. ഒപ്പം തന്നെ നേരത്തെ തന്നെ ഈ പ്രദേശത്തിന്റെ ഒരു മാപ്പ് പുതിയതായി രൂപീകരിച്ചിരുന്നു. പഴയ മാപ്പും പുതിയ മാപ്പും ചേർത്ത് വെച്ചുകൊണ്ട് ഈ പ്രദേശത്തിന്റെ ഭൂമിക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടുള്ള പരിശോധനകൾ കഴിഞ്ഞ ദിവസവും നടന്നിരുന്നു. ഇപ്പോൾ ഈ പ്രദേശവാസികളെ കൂടി ഇവിടേക്ക് എത്തിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന നടത്തുമ്പോൾ കൃത്യമായി എവിടെയൊക്കെയാണ് കോൺക്രീറ്റ് വീടുകൾ, ഇരുനില വീടുകൾ, ഒരു നില വീടുകൾ, കടകൾ, ഹോട്ടലുകൾ, റേഷൻ കടകൾ തുടങ്ങി പല സ്ഥാപനങ്ങൾ ഈ പ്രദേശത്തുണ്ട്. അതൊക്കെ കൃത്യമായി അറിയാവുന്ന ആളുകളെ ഇവിടേക്ക് എത്തിക്കുമ്പോൾ അവരിൽ നിന്ന് വിവരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവർ നൽകുന്ന ദിശ സൂചികകൾ പ്രകാരം അവർ നൽകുന്ന വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കുഴികൾ എടുക്കുവാനും മണ്ണ് മാന്തുവാനും അവിടെ ആ താഴ്ചയിൽ മൃതശരീരങ്ങൾ പരിശോധിക്കാനുമൊക്കെയുള്ള ഒരു കാര്യം ഉണ്ടാകും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകും. അതിൽ നിന്നും കൂടുതൽ ഒരു മൃതദേഹമോ എങ്കിലും കൂടുതൽ കണ്ടെടുത്താൻ കഴിഞ്ഞാൽ അത് അത്രയും ഈ ദൗത്യത്തെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനം തന്നെയാണ്. ഇപ്പോൾ ചൂരൽമലയിൽ നിന്നും ഏകദേശം എല്ലാ
സന്നദ്ധ പ്രവർത്തകരും ദൗത്യത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്ന ആളുകളും മുകൾ ഭാഗത്തേക്ക് കയറിപ്പോയിരിക്കുകയാണ്. അഗ്നിരക്ഷാസേനയുടെയും പോലീസിന്റെയും NDRFന്റെയും ഒക്കെ ഒരു സഹകരണം, ഒരു നേതൃത്വം ഇതിനുണ്ട്. ഒപ്പം സേവാഭാരതി അടക്കമുള്ള സന്നദ്ധ പ്രവർത്തകരും മുഴുവൻ സമയ തിരച്ചിലുമായിട്ട് സജീവമായിട്ടുണ്ട്. അവർ സേവാഭാരതിക്ക് ഇനി ഉള്ള ദിവസങ്ങളിൽ സർക്കാർ എന്നാണോ അറിയിക്കുന്നത് ദൗത്യം അവസാനിപ്പിച്ചുവെന്ന് ആ ഒരു സമയം വരെ മുഴുവൻ സമയ ദൗത്യങ്ങളുമായി ഇവിടെ തുടരും എന്നുമാണ് അറിയിച്ചിരിക്കുന്നത്. വിനോദ്. മിഥുൻ മുരളി, അതേപോലെ ഈ ജനകീയ തെരച്ചിൽ നടത്തുമ്പോൾ ഈ ജനങ്ങളുടെ സംശയമുള്ള പ്രദേശങ്ങൾ, അവർ പറയുന്ന പ്രദേശങ്ങൾ തെരച്ചിൽ നടത്താൻ ആവശ്യമായ JCBകൾ, അതേപോലെ തന്നെ ഡ്രോൺ നിരീക്ഷണം, അതേപോലെ തന്നെ ഈ കടാവർ നായകളുടെ പരിശോധനയൊക്കെ പറഞ്ഞല്ലോ. ഇത്തരം സഹായങ്ങളും ഈ ജനകീയ പരിശോധനയ്ക്കൊപ്പം അതും കൂടി അവരെ സഹായിക്കാൻ അത്തരം സാങ്കേതികപരമായ സഹായ ഉപകരണങ്ങളും ആ മേഖലയിൽ ഉണ്ട് എന്ന് തന്നെയല്ലേ പറയാവുന്നത് മിഥുൻ മുരളി? നടത്തുന്ന ആ ഒരു സംഘവും മാത്രമാണ് ഇപ്പോൾ തുടരുന്നത്. അവർ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഇവിടെ ഉണ്ടാകും. കടാവർ നായികയും ഒപ്പം തന്നെ റഡാർ സംവിധാനവും ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ ഏകദേശം പൂർത്തിയായിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. കഴിഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ അത്തരത്തിലുള്ള തിരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു. റഡാർ സിഗ്നലുകൾ ലഭിച്ചിരുന്ന പ്രദേശങ്ങളിൽ മാർക്ക് ചെയ്ത് വ്യാപകമായ തിരച്ചിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത്. ആ അടയാളങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് സിഗ്നലുകൾ പ്രകാരം സൂചനകൾ ലഭിച്ചിരിക്കുന്ന അടയാളങ്ങൾ മാർക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു പരിശോധന കഴിഞ്ഞ 3 ദിവസമായി നടത്തിയിരുന്നു. അങ്ങനെയുള്ള ഭാഗങ്ങളിൽ വ്യാപകമായ പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി അങ്ങനെയുള്ള മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളൊന്നും ബാക്കിയില്ല. അതുകൊണ്ട് തന്നെ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിൽ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് അതിതീവ്ര സിഗ്നലുകളൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സൂചനകൾ ലഭിക്കുകയാണെങ്കിൽ, സംശയം ഉണ്ടാവുകയാണെങ്കിൽ ആ ഭാഗങ്ങളിൽ ഈ സാങ്കേതികവിദ്യ എത്തിച്ച് അങ്ങനെയുള്ള സൂചന ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു ഘട്ടത്തിലേക്കാണ് പോകുന്നത്. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് സാങ്കേതികമായി മനുഷ്യ റഡാറിന്റെ സഹായത്തോടു കൂടിയുള്ള ഒരു തിരച്ചിൽ എന്ന് പറയാവുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. മനുഷ്യ റഡാർ എന്നാൽ മനുഷ്യന്റെ സഹായത്തോടു കൂടിയുള്ള, മനുഷ്യരുടെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു തിരച്ചിലാണ് നടക്കുന്നത്. 138 ആളുകളുടെ പട്ടികയാണ്, കാണാതായ ആളുകളുടെ പട്ടികയാണ് കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായി സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത്. ഇത്രയും ആളുകളെ കണ്ടെത്തേണ്ടതുണ്ട്. ഒരുപാട് മൃതശരീരങ്ങൾ പല ഭാഗങ്ങളിലും കുന്നുകൂടി കിടപ്പുണ്ടാകാം. അതുകൊണ്ടൊക്കെ പരമാവധി മൃതദേഹങ്ങൾ കണ്ടെത്തുക എന്നത് തന്നെയാണ് ഈ ദൗത്യം അവസാനിപ്പിക്കുന്നതിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. ഇനി എത്ര ദിവസം ഈ ദൗത്യം മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിലും കൃത്യമായ ഒരു വ്യക്തത നമുക്ക് പറയാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഇവിടെ. വളരെ വ്യക്തമാണ്. കാരണം ജനകീയ തെരച്ചിലാണ് ഇന്ന് ദുരന്ത മേഖലയിൽ നടക്കുന്നത്. ജനങ്ങളെ കൂടി ഉൾപ്പെടുത്തി, അവർക്ക് കൂടി ഏറെ അറിയാവുന്ന പ്രദേശം എന്നുള്ള നിലയിൽ ആ ഭാഗത്ത് താമസിച്ചു വന്ന, ദുരന്തം അനുഭവിച്ച, പ്രത്യേകിച്ചും ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളെ കൂടി അങ്ങോട്ടേക്ക് എത്തിച്ച് ഉള്ള ജനകീയ തെരച്ചിലാണ് അവിടെ നടക്കുന്നത്. അതുകൂടാതെ കേന്ദ്ര സംഘവും ഇന്നെത്തുന്നു, നാളെ പ്രധാനമന്ത്രിയും എത്തുന്നു.